ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പച്ചക്കറി പരിചയപ്പെടുത്താം. ഇതാണ് നിത്യവഴുതനങ്ങ. ഫ്രണ്ട്സ്, ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ. ഇതിൻ്റെ ആകൃതി ഉണ്ടോ? ഇതിനൊരു ഗ്രാമ്പൂവിൻ്റെ ഷേപ്പ് അല്ലയോ? ഇതിനകത്ത് ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വയറിനൊക്കെ ഒരുപാട് ഗുണമാണെന്നാണ് പറയുന്നത്. ഇത് തോരൻ വെച്ചും മെഴുക്കുവരട്ടി വെച്ചൊക്കെ നമുക്ക് കഴിക്കാം. ഇത് നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യാം. ഒരുപാട് പരിചരണമൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് തന്നെ നല്ല കണക്ക് ഇത് പിടിച്ച് കിട്ടും. ദിവസവും ഇതിനകത്ത് കായ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് നിത്യവഴുതനങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇത് ഒത്തിരി മൂത്ത് പോയി കേട്ടോ. മൂത്ത പോയ കായ നമുക്ക് തോരൻ വെക്കാനൊന്നും കൊള്ളില്ല. ഇതിൻ്റെ പിഞ്ചായിട്ടുള്ള കായയാണ് നമുക്ക് തോരൻ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനൊക്കെ കൊള്ളാവുന്നത്. ഇതിനകത്ത് വെള്ള, വയലറ്റ് എന്ന കളറിലുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. നമുക്ക് വേണമെങ്കിൽ അലങ്കാര ചെടിയായിട്ടും ഇത് നട്ടുപിടിപ്പിക്കാം. അപ്പം ഇത് പിന്നെ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്ത ദിവസവും ഇതിനകത്ത് കായ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് വെള്ളക്കാന്താരി എന്ന് പറയുമ്പം ചെറിയ കാന്താരിയുടെ അത്ര എരിയില്ല. എരിവിൽ ചെറിയ കാന്താരി തന്നെയാണ് കേമൻ. ഇതിന് അത്ര എരിയൊന്നുമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം എരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ട